ഹായ്, ഗുഡ് മോർണിംഗ്. സോ 28 ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. 30 ആളുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, ഇനി 2 ദിവസത്തേക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത് നോട്ട് വെച്ചിട്ടായിരിക്കും. ഗ്രാഫിക് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നില്ല. ഗ്രാഫിക് ടാബ്ലറ്റ് വേറൊരു സ്ഥലത്താണ്, എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്താണ്. അതുകൊണ്ട് നോട്ട് വെച്ചായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അതായത് ഞാൻ ഇൻവേസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നോട്ട് വെച്ചായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ കേൾക്കുന്നുണ്ടെങ്കിൽ? ഓക്കെ ഓക്കെ, അപ്പോൾ ക്ലാസ് തുടങ്ങാം. എന്തെങ്കിലും, ഞാൻ വീട്ടിലായതുകൊണ്ട് എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വോയിസ് ഓൺ ആക്കി പറഞ്ഞാൽ മതി. ഓക്കെ. സോ ഫിസിക്സ് ക്ലാസ്സിൽ കയറിയിട്ട് ഒരുപാട് നാളായല്ലോ, ഏകദേശം ഒരു മാസത്തോളമായി. അപ്പോൾ എന്താണ് പഠിപ്പിച്ചതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ നമ്മൾ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായിരുന്നു മൊഡ്യൂൾ 3യുടെ പേര്? ക്വാണ്ടം മെക്കാനിക്സ്. അതായത് ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം, വെൻ വി ലുക്ക് ഇൻ അവർ റിയൽ വേൾഡ്, ഇൻ അവർ റിയൽ ഡെയിലി ലൈഫ്, കൺസിഡർ ദി മോഷൻ ഓഫ് എ ബോൾ ഓർ കൺസിഡർ ദി മൂവ്മെന്റ് ഓഫ് എ കാർ. We can predict the behavior of that object using Newton's second law or the laws of classical mechanics. അതായത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ബോൾ നമ്മൾ പ്രൊജക്റ്റൈലായിട്ട് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാറിൻ്റെയോ ബസ്സിൻ്റെയോ ഒക്കെ മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമുക്കതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ലോസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ബിഹേവിയർ. അല്ലെങ്കിൽ ആഫ്റ്റർ ടൈം ടി, വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി, വാട്ട് ഈസ് ഇറ്റ്സ് മൊമെൻറ്റം, വാട്ട് ഈസ് ദ എനർജി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ഇതൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലോസ് ഉപയോഗിച്ച്, അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ ലോസ് ഉപയോഗിച്ച് പറ്റും. ഈവൻ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹയർ ലെവൽസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ ഒരു നമ്മൾ മാർസിലേക്കോ അല്ലെങ്കിൽ മൂണിലേക്കോ ഒക്കെ നമ്മളൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന പോലും എന്ത് ഉപയോഗിച്ചിട്ടാണ്? കെപ്ലേഴ്സ് ലോസും ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ ലോസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, that means in real life, all our motion of the all objects can be determined, or the behavior or the future of all the objects can be determined using classical mechanics. When but when we are dealing with objects with low mass and size, അതായത് മാസും സൈസൊക്കെ വളരെ ചെറുതാണ് സമയത്ത്, ഐ എം ടോക്കിംഗ് അബൌട്ട് ആറ്റോമിക് സ്കെയിൽ ഓർ മോളിക്കുലർ സ്കെയിൽ, വാട്ട് ഹാപ്പൻസ്, അതായത് ഞാൻ ഇലക്ട്രോണുകളെ കുറിച്ചും പ്രോട്ടോണുകളെ കുറിച്ചും, അതായത് മൈക്രോമീറ്റർ അല്ലെങ്കിൽ നാനോമീറ്റർ സൈസുള്ള പാർട്ടിക്കിൾസിന്റെ കേസ് എടുക്കുമ്പം, വി ക്യാൻ പ്രഡിക്ട് ദ ബിഹേവിയർ ഓഫ് ഓർ ദി ഫ്യൂച്ചർ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾസ് യൂസിങ് അവർ ബേസിക് ന്യൂട്ടോണിയൻ ലോസ് ഓർ ദി ബേസിക് ലോസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അതായത് സൈസും മാസും വളരെ കുറഞ്ഞ ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, അതുപോലെ സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താണ് പ്രശ്നം? എന്താ? ഈ ബേസിക് ന്യൂട്ടോണിയൻ ലോസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റൂല? ഇതിന്റെ ബിഹേവിയർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റൂല, ഇതിന്റെ ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ ഒരു കാര്യം, വൈ വി ക്യാൻ പ്രഡിക്ട് ദ ഫ്യൂച്ചർ ഓഫ് ഓർ ദി ബിഹേവിയർ ഓഫ് ദി പാർട്ടിക്കിൾസ്, or the why can we predict the properties of a particles with such a size and mass? ഇതുപോലെ സൈസും മാസുള്ള പാർട്ടിക്കിൾസിന്റെ, അതായത് ഇലക്ട്രോൺസിന്റെ പ്രോട്ടോൺസിന്റെ ഒക്കെ ബിഹേവിയർ എന്തുകൊണ്ടാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഇറ്റ് വാസ് ഫസ്റ്റ് പ്രഡിക്റ്റഡ് ബൈ, or the reason behind this problem was first predicted by a scientist called Louis D. Broglie. ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ പ്രശ്നം ആദ്യമായിട്ട് ഡീൽ ചെയ്യുന്നത്. സോ അറ്റ് ദ ടൈംസ് ഓഫ് ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ സമയത്ത് ദർ ഈസ് എ ഡിബേറ്റ് എമംഗ് വാട്ട് ഈസ് ലൈറ്റ് എന്താണെന്ന് സംബന്ധിച്ച് വലിയൊരു ഡിബേറ്റ് ഓൺഗോയിങ് ആയിരുന്ന സമയമായിരുന്നു ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ സമയത്ത്. അറ്റ് ലാസ്റ്റ് സയന്റിഫിക് കമ്മ്യൂണിറ്റി റീച്ച്ഡ് എ കൺക്ലൂഷൻ ദാറ്റ് light behaves as both particle and waves. Light, based on the experiments we are conducting, light is both a particle and wave. എന്ത് സംഭവിച്ചു? അവസാനം സയന്റിഫിക് കമ്മ്യൂണിറ്റി ഒരു കൺക്ലൂഷനിലെത്തി. നമ്മൾ ഏത് എക്സ്പെരിമെന്റ് ആണോ കണക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണെങ്കിൽ ലൈറ്റ് പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യും. ഇപ്പോൾ ഈവൻ ഇന്റർഫറൻസ് ആണെങ്കിൽ, ഡിഫ്രാക്ഷൻ ആണെങ്കിൽ ലൈറ്റ് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യും. സോ ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റ്സ് കണ്ടക്ടിങ്, ലൈറ്റ് ബിഹേവ്സ് as both particles or waves, or it is called dual property of the light.
അല്ലെങ്കിൽ ഡുവൽ ബിഹേവിയർ എന്നൊക്കെ നമുക്കതിനെ വിളിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊന്നും കൂടി റീവൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്ന് റീവൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ Louis de Broglie, at the times of Louis de Broglie, the scientific community reached a conclusion that light shows dual behavior. That means light shows both the wave behavior and particle behavior. Okay, so Louis de Broglie asked a question that why if particles such as electron and proton show some വേവ് ബിഹേവിയർ, അതായത് നമ്മൾ ഇതുവരെ വേവ് ആണെന്ന് വിചാരിച്ചത്, ഒരു കംപ്ലീറ്റ് പ്യുവർ വേവ് ആണെന്ന് വിചാരിച്ചത് ലൈറ്റ് പാർട്ടിക്കിൾ ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രോൺ പ്രോട്ടോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസ് എപ്പോഴെങ്കിലും വേവ് ബിഹേവിയർ കാണിക്കുന്നുണ്ടല്ലോ. ആൻഡ് ദാറ്റ് ഈസ് എ weird question without any experimental backup. യാതൊരു എക്സ്പെരിമെന്റൽ ബാക്കപ്പും ഇല്ലാതെ വെറുതെ ചോദ്യമാണ്. കൂടാതെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക മാത്രമല്ല ലൂയിസ് ഡി ബ്രോഗ്ലി ചെയ്തത്, ഹി ഓൾസോ predicted what is the wavelength of a wave which is associated with electron. That means if electron shows some wave behavior, then there is a wavelength associated with that wave. അതായത് ഇലക്ട്രോൺ വേവ് ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ ആ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവിന് ഒരു വേവ് ലെങ്ത് ഉണ്ടാവും. ആ വേവ് ലെങ്ത് എന്ത് ചെയ്തു, ലൂയിസ് ഡി ബ്രോഗ്ലി പ്രഡിക്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് യൂസിങ് സം ലോസ് ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ലൈറ്റിനെ കുറിച്ചുണ്ടായിരുന്ന അന്നത്തെ അറിവും കുറച്ച് റിലേറ്റിവിറ്റി ഒക്കെ യൂസ് ചെയ്ത് ലൂയിസ് ഡി ബ്രോഗ്ലി predicted that the wavelength of such a wave is given by lambda is equal to wavelength lambda is equal to h by mv. ഓക്കെ, അതായത് എം മാസുള്ള വി വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരു ബോഡിയോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ് എന്ന് പറയുന്നതിന്റെ വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ എച്ച് ബൈ എം വി. ഓക്കെ, ദാറ്റ് ഈസ് എ വീഡ് പ്രഡിക്ഷൻ. അതൊരു യാതൊരു എക്സ്പെരിമെന്റൽ ബാക്കപ്പ് ഇല്ലാത്തൊരു പ്രഡിക്ഷൻ ആയിരുന്നു. ആൻഡ് ഇൻ ഓർഡർ ടു പ്രൂവ് ദാറ്റ്, അത് അങ്ങനെ ഒരു പ്രഡിക്ഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി പിന്നീട് എക്സ്പെരിമെന്റ് ചെയ്തത് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് ആണ്. അത് ഡേവിസണും ജെർമറും കൂടി എന്ത് ചെയ്തു, ലൈറ്റിന്റെ വേവ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്ത എക്സ്പെരിമെന്റ് ഏതൊക്കെയായിരുന്നു, ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ് തുടങ്ങിയ എക്സ്പെരിമെന്റ് ആയിരുന്നു. ദേ കണ്ടക്ട് ദ സെയിം എക്സ്പെരിമെന്റ് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോൺസ്. അതായത് ലൈറ്റിന്റെ വേവ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്ത ചില എക്സ്പെരിമെന്റ്സ് ഉണ്ടായിരുന്നു, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ തുടങ്ങിയ എക്സ്പെരിമെന്റ്സ്. അതേ എക്സ്പെരിമെന്റ്സ് എന്ത് ചെയ്തു, they conducted the same experiments in the case of the electrons also. So if electrons show some wave behavior, then they must see some or they must observe some diffraction or interference pattern. അതായത് ഇലക്ട്രോണിന് ഒരു എന്തെങ്കിലും വേവ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്ത് കാണണം, ലൈറ്റിന്റെ കേസിൽ കണ്ട പോലെ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്തിന്റെ കേസിൽ കാണണം, ഇലക്ട്രോണിന്റെ കേസിലും കാണണം. ആൻഡ് ദേ ഒബ്സർവ്ഡ് ദാറ്റ് മീൻസ് വെൻ കണ്ടക്ടിങ് സം ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് ഓർ ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് ഒരു ചെറിയ സ്ലിറ്റിൽ കൂടി കടത്തിവിട്ടപ്പോൾ അവരെന്താ ഒബ്സർവ് ചെയ്തത്, ദേ ഒബ്സർവ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആൻഡ് യൂസിങ് ദാറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ദേ കാൽക്കുലേറ്റഡ് വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് വേവ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൺസ് റിങ്സ് അല്ലെങ്കിൽ എയർ വെഡ്ജ് തുടങ്ങിയ എക്സ്പെരിമെന്റ്സ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഇന്റർഫറൻസ് പാറ്റേണിന്റെ ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ similar method is used by Davison and Germer. Using that pattern they calculated what is the wavelength of electron or what is the wavelength of wave associated with electron. Okay, and most surprisingly they reached the result that is predicted by Louis de Broglie. Louis de Broglie predict ചെയ്ത അതേ വേവ് ലെങ്ത് എന്ത് ചെയ്തു, ഡേവിസൺ ആൻഡ് ജെർമർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വേവ് ലെങ്ത് കിട്ടി. സോ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് പ്രൂവ്ഡ് ദാറ്റ് ലൂയിസ് ഡി ബ്രോഗ്ലി വാസ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി റൈറ്റ്. അതായത് ലൂയിസ് ഡി ബ്രോഗ്ലി പറഞ്ഞ കാര്യം ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി കറക്റ്റ് ആയിരുന്നു. അതായത് ലൂയിസ് ഡി ബ്രോഗ്ലി പറഞ്ഞ ഒരു വേവ് ബിഹേവിയർ ഇലക്ട്രോൺ കാണിക്കാം. യെസ്, ഇലക്ട്രോണിന് ഒരു വേവ് ബിഹേവിയർ ഉണ്ട്. കാരണം എന്ത് ചെയ്യുന്നു, ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ വേവായി ആക്ട് ചെയ്താൽ മാത്രമേ ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ electron shows some diffraction pattern. That means electron have associated some type of wave with it. And also Louis de Broglie also predicted what will be the wavelength of such an electron. അല്ലെങ്കിൽ അങ്ങനെ ഒരു മാസ് m വെലോസിറ്റി വീൽ സഞ്ചരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും, അതും ലൂയിസ് ഡി ബ്രോഗ്ലി എന്ത് ചെയ്തു, predict ചെയ്തു. So it is also calculated by Davison and Germer. So എന്തുകൊണ്ടാണ് why such particles like electrons and protons doesn't obey the laws of classical mechanics? The answer is given by ഒന്നാമത്തെ ഉത്തരം ലൂയിസ് ഡി ബ്രോഗ്ലി തന്നു. അതായത് നമ്മൾ സാധാരണ ഇതിൽ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുന്ന പല ഒബ്ജക്ട്സും എന്താണ്,
when size and mass is decreasing, that means particles like electron and proton show some wave behavior, some dual behavior based on the experiments they are conducting. അതായത് ഇലക്ട്രോണും പ്രോട്ടോണും പോലെ മാസും സൈസും വളരെ ചെറുതായ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, വേവ് ബിഹേവിയർ കാണിക്കുന്നുണ്ട് ചില സാഹചര്യങ്ങളിലെങ്കിലും. അതുകൊണ്ടാണ് എന്ത്, നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലോസ് ഉപയോഗിച്ച് നമ്മളെ ബേസിക് ആയിട്ട് പഠിച്ച ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള പാർട്ടിക്കിൾസിന്റെ ബിഹേവിയർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കോർ റീസൺ അതായിരുന്നു. ഓക്കെ, സോ വി നീഡ് അനദർ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് which we deals with the motion of particles such as electrons and protons with such a low mass and size. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ആവശ്യമായി വന്നു. അതായത് ഇതുപോലുള്ള പാർട്ടിക്കിൾസിന്റെ ബിഹേവിയർ ഒക്കെ ഡീൽ ചെയ്യുന്ന, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ്. അതിന്റെ പേരായിരുന്നു അത് ക്വാണ്ടം മെക്കാനിക്സ് എന്നത്. സോ അങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എമർജ് ചെയ്തത്. സോ അതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും കട്ടാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് എന്തെങ്കിലും കട്ടാവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? ഞാൻ ഫോണിന്റെ ഹോട്ട്സ്പോട്ട് വെച്ചിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഡൗട്ട് വരുന്നത്. ഒരു തംസ് അപ്പ് ഇടുക ആരെങ്കിലും, കേൾക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എങ്ങനെ എമർജ് ചെയ്തു എന്ന് പഠിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്കറിയാം, ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ദർ ആർ സോ മെനി യൂണിവേഴ്സൽ ലോസ് വിച്ച് മസ്റ്റ് ബി ഒബേഡ് ബൈ ദ ഒബ്ജക്ട്സ് വി സീൻ ഇൻ അവർ റിയൽ ലൈഫ്. നമ്മൾ കാണുന്ന സ്റ്റാർസ് ആയാലും അതായത് ഹെവൻലി ബോഡീസ്, മൂൺ ആയാലും ഇനി പ്ലാനറ്റ്സ് ആയാലും ഇനി നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഏത് മൂവിങ് ഒബ്ജക്റ്റ് ആയാലും അതൊക്കെ ഒബേ ചെയ്യേണ്ട ചില യൂണിവേഴ്സൽ ലോസ് ക്ലാസിക്കൽ മെക്കാനിക്സിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ഇനി കൺസർവേഷൻ ഓഫ് മാസ്, അങ്ങനെ പല യൂണിവേഴ്സൽ ലോസും ഇതിന്റെ കേസിൽ, ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ കേസിൽ ഉണ്ട്. Similarly, the particles which shows dual behavior or the quantum mechanical properties should obey some of the laws. അതുപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ യൂണിവേഴ്സൽ ലോസ് ഉള്ളതുപോലെ തന്നെ ഡുവൽ ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിൾ എന്ത് ചെയ്യണം, ചില ലോസ്, ക്വാണ്ടം മെക്കാനിക്കൽ ലോസ് ഒബേ ചെയ്തിരിക്കണം, ഓർ ഇറ്റ് മസ്റ്റ് ഹോൾഡ് സം ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ദ such a law is first one is ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അങ്ങനെയുള്ള ഒരു ഒന്നാമത്തെ ലോ ആണെന്ത്, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ആൻഡ് ഇറ്റ് ഈസ് എ മെഷർമെന്റ് പ്രോബ്ലം. അതായത് നമ്മളൊരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിൽ, ഞാൻ ഇനി പാർട്ടിക്കിൾ എന്ന് പറയുന്നതൊക്കെ എന്ത്, ഡുവൽ ബിഹേവിയർ കാണിക്കുന്ന, വേവ് പ്രോപ്പർട്ടി കാണിക്കുന്ന പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. സോ ഫോർ എ പാർട്ടിക്കിൾ it Heisenberg uncertainty principle deals with the measurement of properties of a particle which shows dual behavior, and it says that we can't measure both the position and momentum of a particle, or we can measure both the energy and the time required for remaining in that state. അതായത് ഹീസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് മെഷർ ചെയ്യാൻ പറ്റൂല. അതായത് കോൺജുഗേറ്റ് വേരിയബിൾസ്, ആംഗുലർ മൊമെന്റവും പൊസിഷൻ എന്ന് പറയുന്നത് രണ്ടും കോൺജുഗേറ്റ് വേരിയബിൾസ് ആണ്. അതായത് നമുക്കൊരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റവും ഒന്നിച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല, പ്രിസൈസ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഓർ ഇഫ് വി മെഷർ ഇറ്റ്, നമ്മൾ ഇനി മെഷർ ചെയ്യാൻ പറ്റില്ല പ്രിസൈസ്ലി, നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, there will be some uncertainty in both position and momentum. പൊസിഷനിലും മൊമെന്റത്തിലും കുറച്ച് അൺസർട്ടനിറ്റി ഉണ്ടാവും. ആൻഡ് ഇഫ് ദ പൊസിഷൻ അൺസർട്ടനിറ്റി ഇസ് ഡെൽറ്റ എക്സ് ആൻഡ് മൊമെന്റം അൺസർട്ടനിറ്റി ഡെൽറ്റ പി ആണെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ്, ദ പ്രൊഡക്റ്റ് ഓഫ് ദി അൺസർട്ടനിറ്റി ഇൻ ദ പൊസിഷൻ ആൻഡ് മൊമെന്റം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ എച്ച് കട്ട് ബൈ 4π. അതായത് ഈ പൊസിഷന്റെ അൺസർട്ടനിറ്റിയുടെയും മൊമെന്റത്തിന്റെ അൺസർട്ടനിറ്റിന്റെയും രണ്ടിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സം എച്ച് കട്ട് ബൈ 4π ചെറുതായിരിക്കണം. ആൻഡ് ദാറ്റ് എച്ച് കട്ട് ഈസ് കോൾഡ് റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇതൊക്കെ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞാണ്, നിങ്ങൾ റീവൈൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അത് ഒന്നാമത്തെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയും. ഈ വേറെ കോൺജുഗേറ്റ് വേരിയബിൾസ് എടുക്കുകയെന്ന് ചോദിച്ചോ, ലെറ്റ്സ് ടേക്ക് ദ ടൈം ആൻഡ് ദ എനർജി മെഷർമെന്റ്. Consider that an electron remains in an energy level for a time delta t. അതായത് ഒരു ഇലക്ട്രോൺ ഒരു എനർജി ലെവൽ, ഈ എന്ന എനർജി ലെവലിൽ ഒരു ഡെൽറ്റ ടി ടൈം റിലാക്സേഷൻ ടൈമിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് അതിനെടുക്കുന്ന ടൈം ഡെൽറ്റ, ആ എനർജി മെഷർമെന്റിന് നമുക്ക് കിട്ടുന്ന മാക്സിമം ടൈം എത്ര, ഡെൽറ്റ ടി ആണ്. കാരണം ആ സ്റ്റേറ്റിൽ ഡെൽറ്റ ടി ടൈമേ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ റിമെയിൻ ചെയ്യുള്ളൂ ഇലക്ട്രോൺ. സോ
And Heisenberg uncertainty principle state that delta E into some delta T should greater than or equal to h cut by 4 pi. അതായത് നമ്മൾ എനർജി മെഷർമെന്റ് നടത്തുകയാണ്, നമുക്ക് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു ഡെൽറ്റ ഇ എന്ന് വിചാരിച്ചു. ആ എനർജി മെഷർമെന്റിന്റെ അൺസർട്ടനിറ്റി ഡെൽറ്റ ഇ ആണെങ്കിൽ ദെൻ വി ഷുഡ് ടേക്ക് സം ടൈം ഡെൽറ്റ ടി എന്ന ടൈം എടുത്ത് നമ്മൾ ഡെൽറ്റ ഇ അൺസർട്ടനിറ്റിയോട് കൂടി എനർജി മെഷർമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഒബൈ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതാണ് എക്സാമ്പിൾ. ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ആൻഡ് it is a universal law which should obey by all the particles. അതായത് എല്ലാ പാർട്ടിക്കിൾസും ഡ്യുവൽ ബിഹേവിയർ കാണിക്കുന്ന എല്ലാ പാർട്ടിക്കിൾസും ഒബേ ചെയ്യേണ്ട ഒരു യൂണിവേഴ്സൽ ലോ ആണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ആൻഡ് നാച്ചർ വർക്ക്സ് ദിസ് വേ. ഇങ്ങനെയാണ് നാച്ചർ വർക്ക് ചെയ്യുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബ്രോഡനിങ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. നമ്മുടെ സ്പെക്ട്രൽ ലൈൻസ് ഒരു സിംഗിൾ സ്പെക്ട്രമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൈൻ എന്താണ്? ബ്രോഡൻ ആയിട്ട് ഒരു ബാൻഡ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന് കാരണം ഈ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇനി ഇറ്റ് ഈസ് ദ റീസൺ വൈ ഇലക്ട്രോൺസ് ആർ നോട്ട് സീൻ ഇൻസൈഡ് ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ കാണാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് സാധിക്കും. ഓക്കെ, അതൊന്നാമത്തല്ലോ, അത് ഞാൻ പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ദ മോസ്റ്റ്, നമ്മൾ അവസാനത്തെ രണ്ട് പിന്നെ ഹവറിൽ നോക്കിയ ഇക്വേഷൻസ്, ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ആണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. വി സ്റ്റഡിഡ് ദ ടു ടൈപ്സ് ഓഫ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. ഫസ്റ്റ് വൺ ഈസ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഡിപെൻഡന്റ് ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. അതായത് സ്ക്രോഡിഞ്ചറിന്റെ ടൈം ഡിപെൻഡന്റും ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ്? അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എത്ര ഇമ്പോർട്ടന്റ് ആണ് നമുക്കറിയാം. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിന്റെയും മോഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഉപയോഗിച്ചാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ F=ma യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ എല്ലാ ബിഹേവിയറും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. All the properties can be derived using Newton's second law. Similarly, such importance is given to Schrodinger's equation in quantum mechanics. Quantum mechanics il or object ne define cheyan vendi classical mechanics il Newton's second law engane ubhayikkunnu adupole ubhayikkunna ഒരു ഇക്വേഷൻ ആണ് എന്ത്? Schrodinger's equation. Okay, Schrodinger's time independent equation says how the wave function varies with the time and space. അതായത് വേവ് ഫംഗ്ഷന്റെ സ്പേഷ്യൽ ആൻഡ് ടൈം വേരിയേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷനാണ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഡിപെൻഡന്റ് ഇക്വേഷൻ. സോ ദർ ഇസ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വേവ് ഫംഗ്ഷൻ? ഇവിടെ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ആണ്. സോ ഇവിടെ ഏതാണ് വേവ് ഫംഗ്ഷൻ? വാട്ട് ഈസ് വേവ് ഫംഗ്ഷൻ? ദിസ് വേവ് ഫംഗ്ഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ psi. And what is wave function? Wave function is a complex mathematical function which gives all the information about the particle. അതും ഞാൻ ക്ലാസിക്കൽ മെക്കാനിക്സുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൺസിഡർ എ പ്രൊജക്ടൈൽ ബോൾ വിച്ച് ഈസ് ലോഞ്ച്ഡ് ആസ് എ പ്രൊജക്ടൈൽ. അതായത് നമ്മൾ പ്രൊജക്ടൈൽ ആയിട്ട് ലോഞ്ച് ചെയ്തൊരു ബോളിനെ കൺസിഡർ ചെയ്യുക. ഇഫ് വി ക്യാൻ റെപ്രസെന്റ് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഇൻ ദ ടേംസ് ഓഫ് ടൈം. അതായത് ആ ഒരു ബോളിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ടൈമിന്റെ ടേംസിൽ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുക. y=a_t² + b_t³ എന്നൊക്കെ എഴുതാൻ പറ്റുവാണെങ്കിൽ യൂസിങ് ദാറ്റ് സിംഗിൾ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ്, ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ സിംഗിൾ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് ഡിഫറെന്റ് ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. സോ യൂസിങ് ദാറ്റ് സിംഗിൾ എക്സ്പ്രഷൻ വി ക്യാൻ ഡിറൈവ് ഓൾ ദി properties of that single object or a single ball. Similarly, wave function psi is a mathematical function which gives the all information about the particle which we are dealing with. നമ്മൾ ഡീൽ ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ഡ്യുവൽ ബിഹേവിയർ ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ എല്ലാവിധ പ്രോപ്പർട്ടീസും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് വേവ് ഫംഗ്ഷൻ. ഈ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഡീൽ ചെയ്യുന്നത് ഈ വേവ് ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആൻഡ് സൊല്യൂഷൻ ഓഫ് ദാറ്റ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് psi. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഒരു ടൈം ഇൻസ്റ്റന്റ് ടിയിൽ എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലെ വേവ് ഫംഗ്ഷൻ വേരി ചെയ്യുന്നു എന്നാണ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ഒരു ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ പകുതി സമയം പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യമായിരുന്നു. കാരണം അത് റീവൈൻഡ് ചെയ്തെടുത്താൽ മാത്രം എന്താണ് ക്വാണ്ടം മെക്കാനിക്സ്, നമ്മൾ എന്തിനാണ് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്നു, എന്താണ് അതിന്റെ ബേസിക് കാര്യങ്ങളെന്ന് മനസ്സിലാവുള്ളൂ.
Now today നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. അതായത് സ്ക്രോഡിഞ്ചറുടെ ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷന്റെ യൂസ് എന്താണ്? ഹൗ ക്യാൻ വി യൂസ് ടു ഡിറൈവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ. അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ സിനാരിയോ എടുക്കുന്നു. ഇവിടെ പാർട്ടിക്കിൾ ഇൻസൈഡ് എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഇൻസൈഡ് എ ബോക്സ്. കൺസിഡർ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. അതായത് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുക. വാട്ട് ഈസ് എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ? സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ മീൻസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. നിങ്ങൾക്ക് ഫിഗർ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അറ്റ് എക്സ് ഈക്വൽ ടു സീറോ the potential is infinity. At x equal to L is also this potential is equal to infinity. അതായത് എന്താണ് ഒരു പൊട്ടൻഷ്യൽ വെൽ എന്ന് പറഞ്ഞാൽ എന്താ? കിണർ. നമുക്കറിയാലോ, നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അതിനുള്ളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ട്രാപ്പഡ് ആയി പോകും. നമുക്ക് മുകളിലോട്ട് കയറണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചാടിയൊന്നും മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. സിമിലർലി കൺസിഡർ എ പാർട്ടിക്കിൾ. നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡുവൽ ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിൾ ആണ്, അത് മറക്കരുത്. പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മൊത്തം ഇനി ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആണ്. കൺസിഡർ എ പാർട്ടിക്കിൾ വിച്ച് ഇസ് ട്രാപ്ഡ് ഇൻസൈഡ് എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. അത് ഈ പാർട്ടിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഈക്വൽ ടു സീറോ മുതൽ എക്സ് ഈക്വൽ ടു എൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് എക്സ് ഈക്വൽ ടു സീറോ കഴിഞ്ഞ് അങ്ങോട്ടോ എക്സ് ഈക്വൽ ടു എൽ കഴിഞ്ഞ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ദർ ഇസ് എ പൊട്ടൻഷ്യൽ വാൾ ഹിയർ. ഇവിടെ ഒരു വലിയൊരു പൊട്ടൻഷ്യൽ വാൾ ഉണ്ട്. ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കടന്നു പോകാനുള്ള എനർജി നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിനില്ല. സോ നൗ യൂസിങ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ, അപ്പൊ ഇതൊരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആണ്. സോ യൂസിങ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ പാർട്ടിക്കിൾസ് ഇൻസൈഡ് എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. എങ്ങനെ? യൂസിങ് Schrodinger's time independent equation. Okay, so we are applying Schrodinger's one-dimensional time independent equation in case of a particle inside that box. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബോക്സിനുള്ളിൽ അല്ലെങ്കിൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിലുള്ള പാർട്ടിക്കിളിനെ എന്ത് അപ്ലൈ ചെയ്യുന്നു? Schrodinger's time independent equation അപ്ലൈ ചെയ്യുന്നു. What is Schrodinger's time independent equation? Here it is given: dou square psi by dou x square plus 2m by h cut square e minus v into psi. Okay, what are the elements of this equation? First one is psi. What is psi? Psi is the wave function of particle we are dealing with. നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ. ഇവിടെ ഈ കേസിൽ എന്താണ്? പാർട്ടിക്കിളിനെ ബോക്സ്, ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന് ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ആണ് ഇത്. സോ വേവ് ഫംഗ്ഷൻ സൈ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിയർ വി ഹാവ് ടു സൈ, രണ്ട് സൈ ഉണ്ട്. ഈ സൈ എന്ന് ഉദ്ദേശിക്കുന്ന വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, നൗ ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഹോൾ ഇക്വേഷൻ, ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ മൊത്തം സൊല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ഈ സൈ ആണ്. സോ വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സൈ. വേവ് ഫംഗ്ഷൻ ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇനി കണ്ടെത്താൻ പോകുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ വേവ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. സോ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷന്റെ വൺ ഓഫ് ദി മെയിൻ എലമെന്റ്സ് ഈസ് psi, which is the wave function of the particle. Then we have m here. m എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. What is m? m is the mass of the particle. And we have h cut. What is h cut? h cut is the reduced Planck's constant, and E is the energy of the particle, and V is the പൊട്ടൻഷ്യൽ വി ആർ ഡീലിംഗ്. വി എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിൽ ഡീൽ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് വി ഈസ് ഈക്വൽ ടു സീറോ ഇൻസൈഡ് ദാറ്റ് ബോക്സ്. അതായത് ബോക്സിന്റെ ഉള്ളിൽ, ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ഉള്ളിൽ വി ഈക്വൽ ടു സീറോ ആണ്. നമ്മളറിയാലോ, അതായത് ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ എക്സ് ഈക്വൽ ടു സീറോ മുതൽ എക്സ് ഈക്വൽ ടു എൽ വരെ അതിന് മൂവ്മെന്റിന് ഫ്രീഡം ഉള്ളൂ. സോ അതിന്റെ ഉള്ളിൽ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സോ വി ക്യാൻ റെഡ്യൂസ് ദിസ് ഇക്വേഷൻ ബൈ പുട്ടിങ് വി ഈക്വൽ ടു സീറോ. വി സീറോ ഇട്ട് കഴിഞ്ഞാൽ ഇക്വേഷൻ ഒന്നും കൂടെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2me ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ ഈക്വൽ ടു സീറോ. അതായത് ഈ ഇക്വേഷനിലെ വിക്ക് വരെ നമ്മൾ എന്ത് ചെയ്തു? സീറോ ഇട്ട് കൊടുത്തു. Now we are substituting this 2me by h cut square. ഇവിടെ 2me by h cut square എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആ ടേമിന് വരെ നമ്മൾ എന്ത് ചെയ്തു? വി സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് k സ്ക്വയർ. നമ്മൾ അതിന് വരെ k സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. Now our equation is reduced to dou square psi by dou x square plus k square psi equal to 0 എന്ന് പറഞ്ഞ് റെഡ്യൂസ് ചെയ്യപ്പെട്ടു.
and this is a general second order differential equation. ഇതെന്ന് പറയുന്നത് equation number 1 is a general second order differential equation which we know the solution. നമുക്ക് സൊല്യൂഷൻ അറിയുന്ന ഒരു ജനറൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നിങ്ങൾ മാത്സിലൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെ സോൾവ് ചെയ്യണം. നമ്മൾ ഡയറക്റ്റ് എഴുതുന്നു, വാട്ട് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് സച്ച് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഇറ്റ് ഈസ് ഗിവൺ ബൈ psi of x equal to a sin kx plus b cos kx. അതായത് ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ജനറൽ ഫോമിലായിരിക്കും. അതായത് psi of x equal to a sin kx plus b cos kx where a and b are constants. ഇതെന്ന് പറയുന്ന ഒരു ജനറൽ എക്സ്പ്രഷൻ ആണ്. സോ ഇവിടെ കോൺസ്റ്റൻസ് ഉണ്ട്, a and b are constants. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാട്ട് ഈസ് psi of x? ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വേവ് ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ആ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിനുള്ളിലെ പാർട്ടിക്കിളിന് ഒരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ഒരു ഫസ്റ്റ് എക്സ്പ്രഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു ജനറൽ എക്സ്പ്രഷൻ ആണ്, എയും ബി ഒക്കെ കണ്ടുപിടിക്കണം. എങ്കിലും നമുക്ക് വേവ് ഫംഗ്ഷന്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ, വി ഗെറ്റ് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ ഫോർ ദ വേവ് ഫംഗ്ഷൻ. നൗ വി ആർ അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് ദി സിനാരിയോ വി ആർ കൺസിഡറിങ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിനാരിയോ എന്താ? ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന് പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്യപ്പെട്ടു. എ പാർട്ടിക്കിൾ ഇസ് ട്രാപ്ഡ് ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. സോ യൂസിങ് ദാറ്റ് ബൗണ്ടറി കണ്ടീഷൻ, ആ ഒരു പർട്ടിക്കുലർ സിനാരിയോയുടെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ റെഡ്യൂസിങ് ദിസ് എക്സ്പ്രഷൻ ഫോർ വേവ് ഫംഗ്ഷൻ. ഇതെന്ന് പറയുന്ന അത്യാവശ്യം വലിയൊരു എക്സ്പ്രഷൻ ആണ്. നമ്മൾ അത് റെഡ്യൂസ് ചെയ്തെടുക്കാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, first boundary condition is at x equal to 0 psi of x equal to 0. X equal to 0, look at here, x equal to 0 we have a potential wall, so there is no probability of finding the particle at x equal to 0. X equal to 0 അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ വാളിൽ പാർട്ടിക്കിളിനെ കാണാൻ ഉള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓൾസോ സിമിലർ അറ്റ് x equal to l, അതായത് ഇവിടം വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ പറ്റൂ. എക്സ് ഈക്വൽ ടു എൽ, അല്ലെങ്കിൽ ഈ വാളിൽ കയറി ഇരിക്കാൻ എന്ത് പറ്റൂല? പാർട്ടിക്കിളിന് പറ്റൂല. സോ ദർ ഇസ് നോ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ അറ്റ് എക്സ് ഈക്വൽ ടു എൽ. സോ വി ഗെറ്റ് എ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ദിസ് പർട്ടിക്കുലർ സിനാരിയോ. ഈ പർട്ടിക്കുലർ സിനാരിയോയ്ക്ക് പറ്റിയൊരു ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് കിട്ടി. അതായത് psi of x, ഈ പാർട്ടിക്കിളിനെ ഡിഫൈൻ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi of x ഷുഡ് ബി 0 അറ്റ് x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു എൽ. x equal to 0ലും x equal to l എന്തായിരിക്കണം? psi of x or the wave function should be 0. Now we are applying this boundary condition. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ നമ്മുടെ വേവ് ഫംഗ്ഷന്റെ എക്സ്പ്രഷനിൽ അപ്ലൈ ചെയ്യുന്നു. psi of x 0 കൊടുക്കുന്നു. എപ്പോ എക്സിന് 0 കൊടുക്കുന്നു, എന്നിട്ട് ഇപ്പുറത്ത് psi of x ന് 0 കൊടുക്കുന്നു. Just substitute psi of x in the left hand side. This is the general expression. Now put x equal to 0. ഈ എക്സിനൊക്കെ പകരം 0 ഇട്ട് കൊടുക്കുക. then at x equal to 0 what is the value of psi of x? It is 0. so by substituting that we get 0 equal to a sin k into 0 plus b cos 0. അതായത് എക്സിനൊക്കെ 0 കൊടുത്തു, psi of x ന് 0 കൊടുത്തു. that gives us this goes to ഇത് 0 ആണ്. also sin k into 0, that is sin 0, we know sin 0 is equal to 0. so here we have remaining term b is equal to 0. So that gives the constant b is equal to 0. Constant b എന്തായി? Constant b becomes 0. So this whole term gets cancelled out from this expression. So from the expression of the wave function of the particle wave function expression il ninnu b 0 ആയതുകൊണ്ട് തന്നെ ഈ cos term മൊത്തം നമുക്ക് cancel out ചെയ്യാൻ പറ്റും. So what is the remaining term? So the remaining expression for the wave function is psi of x equal to a sin kx. Now substitute the another boundary condition. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ x equal to l ൽ നമ്മൾ കൺസിഡർ ചെയ്ത ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. at psi of x equal to 0 at x equal to l. Now put x equal to l in this expression. ഇതാണല്ലോ ഇപ്പം psi of x നുള്ള എക്സ്പ്രഷൻ. അതിൽ എന്ത് ചെയ്യുക? എക്സിന് എൽ എന്ന് പറയുന്ന എക്സ്പ്രഷൻ എല്ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൾസോ psi of x equal to 0 at x equal to l. that gives us psi of x equal to l equal to 0 at a sin kx ന് വരെ എന്താ? l, kl. that gives 0 equal to a sin kl. അതായത് നമ്മൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. psi of x 0 ആണ്. എപ്പോ? x equal to 0ലും x equal to l-ലും. x equal to 0ല് psi of x 0 ആണെന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോൺസ്റ്റന്റ് b is equal to 0. now we are applying second boundary condition that at x equal to l psi of x equal to 0. so substitute l in the terms of x and
let psi of x be 0. That gives us 0 is equal to a sin kl. a sin kl എന്ന് പറയുന്ന എക്സ്പ്രഷൻ 0 ആകണമെങ്കിൽ വാട്ട് there must be sin kl equal to 0. a sin kl 0 ആണെങ്കിൽ sin kl 0 ആയേ പറ്റൂ. why? because if a is equal to 0, ഈ ഒരു ടേം മൊത്തം 0 ആണെങ്കിൽ ഒന്നെങ്കിൽ a 0 ആവണം അല്ലെങ്കിൽ sin kl 0 ആവണം. a 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ our all wave function become cancel out, or our whole wave function become 0. that is not possible. മൊത്തം wave function 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു മീനിങ്ങും ഇല്ല. so our sin kl should be 0. so in this expression sin kl should be 0. so if sin kl should be 0, sin kl 0 ആണെങ്കിൽ what is the condition? kl should be n pi, multiple of pi. എപ്പോഴാണ് sin of x 0 ആവുന്ന എപ്പോഴാണ്? when x equal to 0, pi, 2 pi, 3 pi, 4 pi, or when this kl is equal to n pi, this sin kl is equal to 0. sin kl 0 ആവണമെങ്കിൽ kl n pi ആണ്. or we can write k is equal to some n pi by l. k നെ നമുക്ക് എന്ത് ചെയ്യാം? n pi by l എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. now look at this expression. വീണ്ടും ജനറൽ എക്സ്പ്രഷനിലേക്ക് തിരിച്ചു വരിക. കം ബാക്ക് ടു ജനറൽ എക്സ്പ്രഷൻ. we have psi of x equal to a sin kx. now substitute for this k. ഈ k ക്ക് ഒരു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? substitute n pi by l and we get expression for wave function as psi of x equal to a sin n pi by l, n pi by l into x. നമുക്ക് എന്ത് കിട്ടി? വേവ് ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ നമുക്ക് ഒന്നും കൂടി നമ്മൾ റെഡ്യൂസ് ചെയ്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ കിട്ടി. നൗ വി ആർ ഇൻട്രൊഡ്യൂസിങ് ദിസ് ടേം എൽ. എൽ എന്ന് പറയുന്ന ടേം വേവ് ഫംഗ്ഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് എൽ? എൽ ഈസ് ദ length of the, or the, it is the length of one dimensional square well potential. സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ലെങ്ത് ആണ്. അതും കൂടി വേവ് ഫംഗ്ഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചു. സോ കുറച്ചും കൂടി ഡെറിവേഷൻ താഴോട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടി വേവ് ഫംഗ്ഷനെ റെഡ്യൂസ് ചെയ്യും കുറച്ച് കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. സോ ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് എ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. using Schrodinger's time independent equation, we are going to derive all the properties of that particle. അതായത് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഒരു പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്യപ്പെട്ടു. അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിന് ഏതൊക്കെ എനർജി പൊസസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ മൊമെന്റം എത്രയാണ്, ഓർ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദാറ്റ് പാർട്ടിക്കിൾ. ഈ വക എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് അത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. എവിടുന്ന്? യൂസിങ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്തു? സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ നമ്മൾ ഈ പാർട്ടിക്കിളിന് അപ്ലൈ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? then we apply the boundary conditions of the particular scenario we are dealing with, that is square well potential. അതിന്റെ ബൗണ്ടറി കണ്ടീഷൻ എടുത്തു. അതായത് at x equal to 0 and at x equal to l there is no probability of finding particle, so we put psi of x equal to 0. so using that boundary condition we reduce the expression for the wave function of a particle as psi of x equal to a sin pi by l into x. നമ്മൾ അവസാന ഡെറിവേഷൻ എന്താ ചെയ്തേ? നമ്മൾ റെഡ്യൂസ് ചെയ്ത് വേവ് ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്ത് വരുവാണ്. സോ വേവ് ഫംഗ്ഷൻ നമുക്കൊരു അവസാന ഒരു എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ? ഈ വേവ് ഫംഗ്ഷനിൽ നിന്ന് ഈ പാർട്ടിക്കിളിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. വി ക്യാൻ ഡിറൈവ് ഓൾ ദി ആക്സസിബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് പാർട്ടിക്കിൾ യൂസിങ് ദിസ് വേവ് ഫംഗ്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ വേവ് ഫംഗ്ഷനെ ഡീൽ ചെയ്യുന്നത്. ഇത് റെഡ്യൂസ് ചെയ്ത് കാരണം ഈ എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്ത അവസാനം നമുക്ക് എന്ത് കിട്ടുന്നത്? വേവ് ഫംഗ്ഷൻ ഗിവ്സ് ദ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, സോ ഇന്നത്തേക്ക് നിർത്താം. ഓക്കെ, സോ ഈ പറഞ്ഞ ക്ലാസ്സിൽ കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഫിസിക്സ് ഡീൽ ചെയ്തിട്ട് ഫിസിക്സ് പഠിച്ചിട്ട് ഇപ്പം കുറെ ദിവസങ്ങളായല്ലോ. സോ നോട്ടൊക്കെ ഒന്നും കൂടെ എടുത്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഓക്കെ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്പർ പറഞ്ഞു കഴിഞ്ഞു. 1 മുതൽ നമ്പർ പറഞ്ഞു. അറ്റൻഡൻസ് പറഞ്ഞോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 18
19. 20. 21. 22. 23. 24, 25. 26. 27. 28 absent. 29. 30. 31, 32. 23. 34. 35. 36. 37. 38. 39 absent. 40. 41, 42. 43. 44. 45. 46. 47. 48. 49. 50. 51. 52. 53. 54. 55. 56. 57. 58. 59. 61. 62. 63. Okay, so thank you.